ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചാറിന് വേണ്ടി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഈർപ്പമില്ലാതെ വെള്ളമെല്ലാം നന്നായി തുടച്ച് കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കാം. തീരെ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ തലേദിവസം അരിഞ്ഞ് ഉപ്പും കായപ്പൊടിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പെല്ലാം മാങ്ങയിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലെ 10 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി. ഇത്രയും പാത്രത്തിലുള്ള ചൂടിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ച മണം മാറുന്നതുവരെ നന്നായി ഇളക്കാം. 2 സ്പൂൺ വിനാഗിരി കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓണാക്കാം. തിളച്ച് നന്നായി കുറുകി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചാറെല്ലാം നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഈ സമയം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.